എല്ലാവർക്കും നമസ്കാരം. കുറേ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം, അതായത് ഏകദേശം ഒരു 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരും ചിന്തിക്കുക, എന്താണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നത് എന്ന് അല്ലേ? സമയമില്ലായിരുന്നു, കണ്ടന്റ് ഇല്ലായിരുന്നു, പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. സിറ്റുവേഷൻ അതിന് മോശമായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ചാനലിൽ വരുത്തിയിട്ടുണ്ട്. ചാനലിൻ്റെ അടിമുടി ചാനൽ നമ്മൾ മാറിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര്, കാര്യങ്ങൾ, ഇനിയുള്ള കണ്ടൻസ് കാര്യങ്ങളും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയൊരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് എന്താണ്, സിപ്പ് ഫയൽ, അതായത് ഡോട്ട് റാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫയൽസ് ഉണ്ടല്ലോ, നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസ്. അപ്പം അതിന് നമുക്ക് പാസ്വേഡ് ഇട്ട് വെക്കാൻ പറ്റും അല്ലേ? ചില ഫയൽസ് നമ്മൾ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് ഓൾറെഡി പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഫയൽസ് ആയിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം അത്തരം ഫയൽസ് നമ്മൾ എങ്ങനെ അതിലെ പാസ്വേഡ് കാണാം? ചിലപ്പം പാസ്വേഡ് അതിൻ്റെ കൂടെ അവർ തന്നിട്ടുണ്ടാവും, ചിലതിൻ്റെ കൂടെ പാസ്വേഡ് ചിലപ്പോൾ കാണില്ലായിരിക്കും. അല്ലെങ്കിൽ ഒരാൾ നമുക്ക് ഷെയർ ചെയ്ത് തരുന്ന ഒരു സിപ്പ് ഫയലായിരിക്കും. അപ്പോൾ ആ സിപ്പ് ഫയലിന് പാസ്വേഡ് ഉണ്ടായിരിക്കും, പക്ഷെ ആ പാസ്വേഡ് നമുക്കറിയില്ലായിരിക്കും. ആ പാസ്വേഡ് എങ്ങനെ നമുക്ക് കാണാം, എങ്ങനെ നമുക്ക് ആ പാസ്വേഡ് എന്താണെന്ന് അറിയാം, അത് എങ്ങനെ നമുക്കറിയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പം ഈ ഒരു സിപ്പ് ഫയൽ, അതായത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫയൽ, അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. എനിക്കിതിൻ്റെ പാസ്വേഡ് അറിയില്ല. ഓക്കെ, നമുക്ക് എക്സ്ട്രാക്റ്റ് ഫയൽ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് 1 2 3 4 എന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് നോക്കുകയാണ്. അപ്പം ഇൻകറക്റ്റ് പാസ്വേഡ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫയലിൻ്റെ പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ ജസ്റ്റ് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു നോട്ടിൻ്റെ ഒരു ടെക്സ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് താഴെ കൊടുത്തേക്കാം. അതിൻ്റെ ആവശ്യമുണ്ട്. അത് ഇതാണ് ആ ഒരു ടെക്സ്റ്റ് ഫയൽ, നോട്ട് പാഡ് ഫയലാണ്. ഇത് ഞാൻ സേവാസ് കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ വിൻഡർ ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഞാനിത് സേവാസ് കൊടുക്കുകയാണ്. എനിക്ക് ഡെസ്ക്ടോപ്പിലേക്ക് വേറൊരു ഫോർമാറ്റിലാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫയൽസിൽ സേവാസ് കൊടുക്കുക. സേവാസ് കൊടുത്തു കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പ് എടുക്കുക. ഡെസ്ക്ടോപ്പിലേക്കാണ് എനിക്ക് വേണ്ടത്. ഓൾ ഫയൽസ് സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ പേരിൻ്റെ കൂടെ .dat എന്നിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇത് നമുക്ക് അവിടെ വന്നിട്ടുണ്ടാവും. ഇതാ ഈ ഒരു ഫയൽ വന്നിട്ടുണ്ടാവും. ഇനി ഇത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. കേസ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഫയൽ നെയിം ചോദിച്ചിട്ടുണ്ട്. ഫയൽ നെയിം എന്ന് പറയുന്നത് നമുക്ക് പാസ്വേഡ് ഏതിൻ്റേതാണോ വേണ്ടത് ആ സിപ്പ് ഫയലിൻ്റെ ഫയൽ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് ആ സിപ്പ് ഫയലിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. ജസ്റ്റ് പേര് കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേര് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഡോട്ട് റാർ എന്നുകൂടെ എൻ്റർ ചെയ്യണം. അതിന് ശേഷം എൻ്റർ അടിക്കുക. ഫയൽ ലൊക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് എൻ്റർ ഫുൾ പാത്ത് എന്ന് പറയുന്നിടത്ത് ഫയൽ ലൊക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് പ്രോപ്പർട്ടീസിൽ തന്നെ ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ദെൻ എൻ്റർ അടിക്കുമ്പോൾ റിസീവിങ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡിങ് ആണത്. അത് ഈ ഒരു പ്രോസസ്സ് അല്പസമയം എടുക്കുന്ന പ്രോസസ്സാണ്. നമുക്ക് ഇതല്ലാതെ വേറെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓരോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബിൽ ചില സൈറ്റ്സ് ഉണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് എല്ലാത്തിൻ്റെയും പാസ്വേഡ് കിട്ടാൻ ചാൻസ് കുറവാണ്. തന്നെയല്ല, ചില പാസ്വേഡ്സ് കിട്ടത്തുമില്ല, ചിലതൊക്കെ പെയ്ഡും ആയിരിക്കും. ഓക്കെ, ഇത് അല്പം സമയമെടുക്കുന്ന പ്രോസസ്സാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഈ ഒരു പ്രോസസ്സിൻ്റെ ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെയും അതുപോലെ ആ ഒരു സിപ്പ് ഫയലിൻ്റെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എത്രത്തോളം സ്ട്രോങ് ആണ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്പസമയത്തിനകം നമുക്ക് പാസ്വേഡ് കാണാം. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ പാസ്വേഡ് വന്നിട്ടുണ്ട്. സ്റ്റേബിൾ പാസ്വേഡ് 2255 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, അതാ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പാസ്വേഡ്. നമുക്ക് ഇങ്ങനെ ഏത് സിപ്പ് ഫയലിൻ്റെയും പാസ്വേഡ് കണ്ടുപിടിക്കാം. സോ നല്ല സൈസുള്ള, ഇപ്പോൾ ഏകദേശം ഒരു 1-2 GB ഒക്കെ ഉള്ള സിപ്പ് ഫയലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. അത് നമ്മുടെ ഏതാണോ സിസ്റ്റം ഏതാണോ ആ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഫയലിൻ്റെ സൈസ്, ഫയലിൻ്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ, അതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും വരുന്ന സമയം ലാഗ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.